ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിന്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഏപ്രിൽ 30 കറണ്ട് അഫയേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 30 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കിയിട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു നൂറ്റാണ്ടിന് ശേഷം അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നുമാണ് അല്ലെങ്കിൽ കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നും ഏഷ്യൻ കാട്ടുപോത്തുകളെ അടുത്തിടെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ഒരു നൂറ്റാണ്ടിന് ശേഷം അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നും ഏഷ്യൻ കാട്ടുപോത്തുകളെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ഇവിടുത്തെ ആൻസർ വരുന്നത് കൻഹ നാഷണൽ പാർക്കാണ്. കൻഹ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കൻഹ നാഷണൽ പാർക്കാണ്. കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര സഭ പൊതുസഭാ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രയുടെ പൊതുസഭാ പ്രസിഡന്റ് ആരാണെന്നാണ്. അതായത് ഐക്യരാഷ്ട്രസഭ എന്നാണ് സെക്രട്ടറി അല്ല, ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭാ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? അന്നലീന ബെയർബോക്ക് ആണ്. അന്നലീന ബെയർബോക്ക് ആണ് ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രസിഡന്റ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചതാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അതായത് UNGA, യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി ആണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നയരൂപീകരണ വിഭാഗമാണ് ഇതെന്ന് പറയുന്നത്. എല്ലാ അംഗരാജ്യങ്ങൾക്കും ഇതിൽ പ്രാതിനിധ്യമുണ്ട്. ആസ്ഥാനം ന്യൂയോർക്കാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO ആയി നിയമിച്ചത് ആരെയാണ്? ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO ആയി നിയമിച്ചത് ആരെയാണ്? E. ശ്രീധരൻ, സഞ്ജയ് ജാമുവാർ, വികാസ് കുമാർ, അമിത് ഖന്ന. ആരാണ്? യെസ്, അതെ, സഞ്ജയ് ജാമുവാർ ആണ്. സഞ്ജയ് ജാമുവാർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സഞ്ജയ് ജാമുവാർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, 13,000 കോടി രൂപയുടെ മഷ്റൂം മിഷൻ എന്ന വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? 13,000 കോടി രൂപയുടെ മഷ്റൂം മിഷൻ എന്ന വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക. ഏതാണ്? യെസ്, ഇവിടുത്തെ ആൻസർ ആന്ധ്രാപ്രദേശ് ആണ്. നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂൺ ഉൽപാദന സംസ്ഥാനമായി മാറുകയാണ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മിൽക്കി മഷ്റൂം, പാഡി സ്ട്രോ മഷ്റൂം, ബട്ടൺ മഷ്റൂം എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്. മിൽക്കി മഷ്റൂം, പാഡി സ്ട്രോ മഷ്റൂം, അതുപോലെ ബട്ടൺ മഷ്റൂം എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം അയൺ ബാറ്ററി ആനോഡ് മെറ്റീരിയൽ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം അയൺ ബാറ്ററി ആനോഡ് മെറ്റീരിയൽ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് മഹിസ്ത്രിയാണ്. ഓക്കെ, മഹിസ്തിക്രിയിലാണ്. അത് പശ്ചിമ ബംഗാളിലാണ്. മറ്റൊന്ന്, 2027 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2027 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? അത് താഷ്കന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. താഷ്കന്റ് ഉസ്ബെക്കിസ്ഥാനിലാണ് വരുന്നത്. ഉസ്ബെക്കിസ്ഥാൻ. മധ്യേഷ്യയിൽ ആദ്യമായാണ് വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മധ്യേഷ്യയിൽ ആദ്യമായിട്ടാണ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത്. 2025 ന്യൂഡൽഹിയിലാണ് നടന്നത്. മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് 2026 ഏപ്രിൽ 17 പുറത്തിറക്കിയ ഒരു സമഗ്രമായ ആന്തോളജി ഏതാണ്? ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് 2026 ഏപ്രിൽ 17 പുറത്തിറക്കിയ സമഗ്രമായ ആന്തോളജിയാണ് ദിവ്യഭാരതം, ഇന്ത്യയുടെ ആത്മാവിലേക്കുള്ള ഒരു ജാലകം എന്ന് പറയുന്നത്. ദിവ്യഭാരതം, ഇന്ത്യയുടെ ആത്മാവിലേക്കുള്ള ഒരു ജാലകം എന്ന് പറയുന്നത്. മറ്റൊന്ന്, അന്തരിച്ച നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? അന്തരിച്ച നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി. എവിടെയാണ്? പുന്നച്ചാൽ പാടശേഖരത്തിലാണ്. അത് എറണാകുളം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. 2005 ഡിസംബർ 20 ശ്രീനിവാസൻ അന്തരിക്കുന്നത്. 2025 ഡിസംബർ 20. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, വിപണി മൂല്യം $5 ലക്ഷം കോടി കടക്കുന്ന ആദ്യ കമ്പനി ഏതാണ്? വിപണി മൂല്യം $5 ലക്ഷം കോടി കടക്കുന്ന ആദ്യ കമ്പനി ഏതാണ്? എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയാണ്. മറ്റൊന്ന്, വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ചെറുവിമാനം ഏതാണ്? വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ചെറുവിമാനം ഏതാണ്? ഓപ്ഷൻ ബി ശൂന്യ എന്ന് പറയും. ശൂന്യ. അടുത്തത്, കേന്ദ്ര സർക്കാരിന്റെ സേഫ് സിറ്റീസ് പദ്ധതി പ്രകാരം 2026 രാജ്യത്തെ 10 സേഫ് സിറ്റികളിൽ ഒന്നായി തെരഞ്ഞെടുത്തത് ഏതിനെയാണ്?
കേന്ദ്ര സർക്കാരിന്റെ സേഫ് സിറ്റീസ് പദ്ധതി പ്രകാരം 2026 രാജ്യത്തെ 10 സേഫ് സിറ്റികളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് അതേതാണ്? ദർ ആണ് എന്ന് മനസ്സിലാക്കുക. ദർ മധ്യപ്രദേശിലാണ്. മറ്റൊന്ന്, അടുത്തിടെ അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അടുത്തിടെ അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അത് നമ്മുടെ ചൈനയാണ്. അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം പുറത്തിറക്കിയ രാജ്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിക്കുന്ന മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ്? 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിക്കുന്ന മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത് സുരേഷ് സാംചാണ്ടിയാണ്. ഈ ഒരു നേട്ടം സ്വന്തമാക്കിയ മലയാളി. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ഇലക്ട്രിക് ബുള്ളറ്റ് ട്രെയിനായ B28 കോച്ചുകളുടെ നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ഇലക്ട്രിക് ബുള്ളറ്റ് ട്രെയിനാണ് B28 എന്ന് പറയുന്നത്. ഇതിന്റെ കോച്ചുകളുടെ നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് ബംഗളൂരുവിലെ ആദിത്യാണ് ബംഗളൂരു എന്ന് ഓർക്കുക. മറ്റൊന്ന്, മട്ടാഞ്ചേരി മഹാജനി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഔദ്യോഗികമായി ലയിപ്പിച്ച ബാങ്ക് ഏതാണ്? മട്ടാഞ്ചേരി മഹാജനി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഔദ്യോഗികമായി ലയിപ്പിച്ച ബാങ്കാണ് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്ന് മനസ്സിലാക്കുക. പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അർബൻ സഹകരണ ബാങ്ക് മറ്റൊരു അർബൻ സഹകരണ ബാങ്കിനെ ഏറ്റെടുക്കുന്നത്. 2026 ഏപ്രിൽ 27 ലയനം നിലവിൽ വന്നത് എന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. മറ്റൊന്ന്, 6ാമത് SPCS അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 6ാമത് SPCS അക്ഷര പുരസ്കാരം ലഭിച്ചത് UK കുമാരനാണ് എന്ന് മനസ്സിലാക്കുക. 6ാമത് SPCS അക്ഷര പുരസ്കാരമാണ് ലഭിച്ചത്. 2026 സീസണിലെ 40 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ MVP പട്ടികയിൽ 1ാം സ്ഥാനം അലങ്കരിക്കുന്നത് ആരാണ്? 2026 സീസണിലെ 40 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന 1ാം സ്ഥാനം അലങ്കരിക്കുന്നത് വൈഭവ് സൂര്യവംശിയാണ്. ഓപ്ഷൻ ബി, വൈഭവ് സൂര്യവംശിയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഈ സീസണിൽ ഏറ്റവും വേഗത്തിൽ 400 റൺസ് പൂർത്തിയാക്കിയ എന്ന നേട്ടവും വൈഭവ് സൂര്യവംശി കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ സീസണിൽ ഏറ്റവും വേഗത്തിൽ 400 റൺസ് പൂർത്തിയാക്കിയ താരമാണ്. 9 മത്സരങ്ങൾ പൂർത്തിയാക്കിയ വൈഭവ് 44.44 ശരാശരിയിലാണ് 400 റൺസ് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, മീഡിയ അക്കാദമി പുനഃപ്രസിദ്ധീകരിക്കുന്ന ബാരിസ്റ്റർ AK പിള്ളയുടെ ജീവചരിത്ര പുസ്തകം ഏതാണ്? മീഡിയ അക്കാദമി പുനഃപ്രസിദ്ധീകരിക്കുന്ന ബാരിസ്റ്റർ AK പിള്ളയുടെ ജീവചരിത്ര പുസ്തകമാണ് AK പിള്ള ആദർശങ്ങളുടെ രക്തസാക്ഷി എന്ന് പറയുന്നത്. AK പിള്ള ആദർശങ്ങളുടെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ഇതിന്റെ രചയിതാവ് A രാധാകൃഷ്ണനാണ്. അതായത് ബാരിസ്റ്റർ AK പിള്ളയെ കുറിച്ചുള്ള ആധികാരികവും സമഗ്രവുമായ പഠനഗ്രന്ഥമാണ് ഇത്. 1981 P ഗോവിന്ദപിള്ള പ്രസ് അക്കാദമി ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 1998 പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അതിന്റെ പുതിയ പതിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു. ഈ അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഏതാണ്? 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. മികച്ച സിനിമയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എക്കോയുടെ സംവിധായകൻ ആരാണ്? ദിൻജിത്ത് അയ്യത്താനാണ് എക്കോയുടെ സംവിധായകൻ. മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കുന്നത് ഡൊമിനിക് അരുണാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയ്ക്ക് ഡൊമിനിക് അരുണാണ് മികച്ച സംവിധായകൻ. മികച്ച നടൻ മോഹൻലാൽ ആണ്. തുടരും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് മോഹൻലാൽ മികച്ച നടനായിരിക്കുന്നത്. മികച്ച നടിമാർ 2 പേരുണ്ട്. ഒന്ന് കല്യാണി പ്രിയദർശൻ ലോക എന്ന സിനിമയ്ക്കും, മറ്റൊന്ന് അനശ്വര രാജനാണ് രേഖാചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ്. മികച്ച കഥയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് GR ഇന്ദുഗോപനെയാണ് പൊന്മാൻ എന്ന സിനിമയ്ക്ക്. മികച്ച തിരക്കഥ രാജേഷ് തില്ലങ്കേരി എ പ്രഗ്നന്റ് വിഡോ എന്ന് പറയുന്ന തിരക്കഥക്കാണ്. മികച്ച ഗാനരചയിതാവ് മഹേഷ് ഗോപാലാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, അതുപോലെ വടു എന്ന പടത്തിൽ മുരളി നീലാംബരിയും. മികച്ച സംഗീത സംവിധാനം ജേക്സ് ബിജോയ് ആണ് നരിവേട്ട ലോക എന്ന് പറയുന്ന സിനിമയ്ക്ക്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. മറ്റൊന്ന്, ആരുടെ ആത്മകഥയാണ് വ്യാകരണമില്ലാത്ത ജീവിതം എന്നത്? വ്യാകരണമില്ലാത്ത ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? അത് KNA ഗാദറിന്റെ ആത്മകഥയാണ്. വ്യാകരണമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത്. മുൻ MLA-യും മുസ്ലിം ലീഗ് നേതാവുമാണ് KNA ഗാദർ എന്ന് പറയുന്നത്. അടുത്തത്, 2026 ജനുവരിയിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്?
2026 ജനുവരിയിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? വയനാട്, കോഴിക്കോട്, കൊല്ലം, പത്തനംതിട്ട. ഏതാണ്? കൊല്ലം ജില്ലയാണ്. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 30 ഇന്ന് മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 799 സ്പെഷ്യൽ ഓഫറിലാണ് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് നിങ്ങളിലേക്ക് എത്തുന്നത്. കമ്പനി ബോർഡ് LGS, വെബ്കോ LDC, VFA തുടങ്ങിയ കോഴ്സുകൾക്കാണ് നമ്മൾ ഈ ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇത്രയും മനോഹരമായ ഒരു ഓഫറാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7907365854 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്. അതുപോലെ ടെസ്റ്റ് സീരീസിന് ഡെയിലി, വീക്കിലി, മന്ത്ലി, അതുപോലെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. പ്രിന്റബിൾ PDF നോട്ട് കിട്ടും. 24/7 മെന്റർഷിപ്പ്, അതുപോലെ SCRT PYQ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചുകളും കോഴ്സുകളൊക്കെ റൺ ചെയ്യാണ്. പെട്ടെന്ന് തന്നെ അതിലേക്ക് വരിക. ഓക്കെ, അവിടെ കാണാം. താങ്ക്